ആരംഭം തുളുമ്പും ചെങ്കതിർമുഖം മാറും കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദിച്ചാശിച്ചുള്ളൊരു മലർ വീരിഞ്ഞതിനോടും ചോക്കവിടെ പോയി നാനേ 28 അടച്ച റബ്ബേ ഈ വായനത് സമയത്തിന് ഉടക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ഈ കത്തിരി കൊന്ന ഹാമിക്കിനോടൊന്ന് മൂർച്ച കൂട്ടാൻ പറഞ്ഞ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാ. എന്താണ് ഹാമിക്ക് അവര് വിളിക്കുമ്പോ ഒരു സമാധാനത്തിൽ വിളിച്ചൂടാ എനിക്ക്. കടയിലല്ലേ ചെയ്യല്? ഇതെങ്ങാനും അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞുട്ടെടുത്ത് വെട്ടു. ഇത് മറ്റേ കൊട്ടേഷൻ രാജുവിന്റെ ഷർട്ടാണ്. എജ്ജാല് കാണിച്ച പണിയുണ്ട്. അത് തെറ്റിയത് കോളറിന് പറ്റിയ കഷ്ണാർന്ന്. എന്താണ് എന്താ പ്രശ്നോ? വേസ്റ്റ് കുഴിയിലേക്ക് ഞാൻ പറഞ്ഞത് ആ മല്ലിക കൊണ്ടുവന്ന് കവറിൽ പിന്നെ വേസ്റ്റ് ഇടാണെന്ന്. പിന്നെ വേസ്റ്റ് പിന്നെ എവിടെ കൊണ്ടുപോയിരുന്നത്? മല്ലിക കൊണ്ടുവന്നിട്ട് വേസ്റ്റ് ഇടുന്ന കുഴിയിൽ തന്നെയല്ലേ ഇടുക? ഓക്ക് വേസ്റ്റ് ഇടാൻ ഞാൻ വേറെ സ്ഥലം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്റെ വേസ്റ്റ് ഇടുന്ന കുഴിയിൽ കൊണ്ടുവന്നിടണ എന്തിനാ? അവന്റെ പൊന്നാര റസിയ വേസ്റ്റ് ഇടല്ലേ? അതിപ്പോ ഏതെങ്കിലും ഒരു വേസ്റ്റ് കുഴിയിൽ ഇട്ടാ പോരപ്പത് അലാക്ക്. ഓളിട്ട കവറൊക്കെ ഇങ്ങനെ പറന്ന് ഇന്റെ മുറ്റത്തേക്ക് വരികയാണെന്ന്. വാവേ പടച്ച റബ്ബേ, എന്നെ കൊണ്ട് തോറ്റ് ഞാൻ ഇപ്പൊ ഓളോട് പോയിട്ട് പറയൂ നാളെ തന്നെ ഇവിടുന്ന് മാറിക്കോളാൻ. എന്തിനിച്ച് നാളെ തന്നെ മാറാൻ പറഞ്ഞ? പിന്നല്ലാതെ ഇന്റെ മുറ്റൊക്കെ കേടാക്കാനാ ഓര് ഇവിടെ വന്ന് താമസിക്കണേ. അതെ അനക്കിപ്പോ എന്താ വേണ്ട? ഇപ്പൊ അവള് ഇടാൻ പോരെ അല്ലേ? ഇതൊച്ചിപ്പോ വന്ന് തെറ്റിച്ച് ഇതെന്തായാലും കൊട്ടേഷൻ രാജന്റെ ഒരു ഇടിക്ക് കൊള്ളൂ. ഇനി ഓളുടെയും കൂടി തല്ലി ഇന്റെ മേടിച്ചോ. പിന്നെ ഇന്റെ വീട്ടിൽ വന്നിട്ട് ഇന്റെ കെട്ടിയാണ് തല്ലാൻ നിക്കല്ലേ? അതൊന്നും അറിയണല്ലോ എങ്കിൽ. അല്ല ഒന്നാരം ആളെ അവള് ഇന്നെ തല്ലിയിട്ടല്ല. പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇനി അത് പോയി ചോദിക്കരുത് കേട്ടോ. അപ്പൊ ഇപ്പൊ നിങ്ങള് പോയി ചോദിക്കോ അല്ലെങ്കിൽ ഞാൻ പോണോ? വേണ്ടെന്റെ പൊന്നാര രസിച്ചൊന്ന് സമാധാനത്തിലാവാദ്യം. ഇതൊന്ന് മിണ്ടാണ്ടിക്ക്. ഞാൻ ഇതൊന്നും അങ്ങോട്ട് വെട്ടി കഴിഞ്ഞിട്ട് സമാധാനത്തിൽ ഞാൻ പോയി പറഞ്ഞോണ്ട്. വേണ്ട ഇത് തീരാനുള്ള സമയമൊന്നുമില്ല. 10 മിനിറ്റ് നിങ്ങൾ പോയിട്ട് ചോദിച്ചില്ലെങ്കിൽ ഞാൻ പോയിട്ട് ചോദിക്കും. എടി വേസ്റ്റ് ഇപ്പൊ ആ കുയില് കൊണ്ടുവന്നിട്ടായിരുന്നു. അത്രല്ലേ ഉള്ളൂ എന്റെ പ്രശ്നം. അത്ര തന്നെ ഉള്ളൂ. അല്ലാണ്ട് വേറെ രാജ്യം വിട്ടു പോകുന്നു വേണ്ടല്ലോ. വേണ്ട എന്നുവെച്ച് മിണ്ടാണ്ടിക്ക്. ഞാൻ അതൊന്നും ശരിയാക്കട്ടെ. 10 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് ഓളുടെ അഹങ്കാരം തീർച്ചിട്ടില്ലെങ്കിൽ അറിയാം. ഈ നമുക്ക് കൊട്ടേഷൻ രാജുവിന്റെ മേലെ തോന്നുന്നു. ഇപ്പൊ അവിടെ ഇരുന്ന് വെട്ടി വെച്ചാൽ അവന്റെ അടി കൊണ്ടാവുന്നതായിരുന്നു. ഒന്നുമില്ലടി, എന്തോ ഒരു ഒച്ച കേട്ടപ്പോ വന്ന് നോക്കിയതാ. അപ്പൊ അവിടെ ഒരു സാധനം കണ്ടു. അപ്പൊ ഞാൻ ഇതിനകത്തേക്ക് അങ്ങ് എടുത്തിട്ട് ഞാൻ കണ്ട്. എന്ത് ഈ വേസ്റ്റ് ഉണ്ടായിലിടണത്? ആര് വേസ്റ്റ് ഇട്ടത്? ഈ വെള്ള കവർ ഈ അല്ലേ ഇട്ടത്? വെള്ള കവർ ഇവിടെ പുറത്ത് കിടക്കുന്നുണ്ടപ്പോ ഞാൻ എടുത്തിട്ടതാ. മല്ലിക നീ വെറുതെ കള്ളത്തരം പറയത്. 2-3 ദിവസമായിട്ട് ഞാൻ നോക്കി വെച്ചിരിക്ക. എന്ത് ഇവിടെ ആരാ പ്ലാസ്റ്റിക് കൊണ്ടുവന്നിടണേന്ന്? ഞാൻ എന്തിനാ ഇതിനകത്ത് പ്ലാസ്റ്റിക് കൊണ്ടിട്ടിടണം? ഞാൻ പ്ലാസ്റ്റിക് ഒക്കെ ഇടുന്ന ആ കിണറിന്റെ അടുത്തല്ല. അതിനുള്ള സൗകര്യമൊക്കെ നീയല്ലേ എനിക്ക് ഉണ്ടാക്കി തന്നത്? എനിക്ക് എല്ലാ സൗകര്യം ഉണ്ടാക്കി തന്നാണ് ഞാൻ ചെയ്ത തെറ്റ്. ഞങ്ങളിവിടെ ഗതികേടുകൊണ്ട് താമസിക്കുകയാണെങ്കിലും ചെയ്യാത്ത കുറ്റത്തിനൊക്കെ നീ പറയുന്ന മൊത്തം ഒന്നും അങ്ങനെ കേട്ട് നിൽക്കാൻ പറ്റില്ല. കേൾക്കേണ്ടി വരൂ. എന്റെ ഔദാര്യത്തിനല്ലേ ഇവിടെ നിക്കണേ. അപ്പൊ ഈ കേൾക്കേണ്ടി വരൂ. അന്റെ സൗകര്യത്തിന് ഇവിടെ കൊണ്ടുവന്ന് വേസ്റ്റ് ഇടാൻ പറ്റൂല. അതന്നെ ഞാൻ കണ്ടുപിടിച്ചപ്പോ ഇവിടുന്ന് മാനത്തൊന്ന് പൊട്ടി ഞാനല്ലിട്ടത്. എന്നെ രാത്രിയിൽ ഞാൻ 2 പേര് ഇങ്ങ വന്ന് വളവളാന്ന് പേശിട്ട് ഇருக்கு. നിങ്ങൾ ഇങ്ങോട്ട് വന്ന് കാണോൾ എന്താ ചെയ്തെന്ന്. അണ്ണ ഞാനൊന്നും ചെയ്തില്ല. ഇവിടെ പറഞ്ഞ ഞാൻ വേസ്റ്റ് എടുത്ത് ഇതിനകത്ത് ഇട്ടെന്ന്. അവള് ഇങ്ങ് പോണതില്ലേ? അങ്ങ തന്നെ മുഖത്ത് നോക്കി ചോദിക്ക് ഈ വെള്ള കവർ ഓൾ അതിന്റെ അകത്ത് ഇട്ടോ ഇല്ലയോന്ന്. അല്ല നീ ഇങ്ങ വന്നിരിക്കേ? ഞാൻ അങ്ങോട്ട് പോകുമ്പോ എന്തോ ഒരു ശബ്ദം കേട്ട് വന്നതാ. കവർ നീതാ പോട്ടിയാ? ഇപ്പൊ
കവർ ഇതിനകത്തേക്ക് ഇട്ടത് ഞാനാ. കണ്ട, അതാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ കൈയോടെ പിടിച്ചപ്പോ മിണ്ടരുത് ഈ. ഞാൻ കൈയോടെ പിടിച്ചപ്പോ ഓള് കള്ളത്തരം പറയാ എന്റെ അടുത്ത്. എന്നെ നടന്നു കേൾക്കലാമല്ലോ. എന്നെ മല്ലേ ഇവളിപ്പോ പറയുന്നത് എന്താ വെച്ചാൽ നമ്മള് വേസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇതിനകത്ത് ഇട്ട്. അങ്ങനെയല്ല, ഞാൻ ഇവിടെ പുറത്ത് കിടക്കുന്ന ഒരു കവർ എടുത്ത് ഇതിനകത്തിട്ട്. പുറത്ത് ഇവിടെ വേറെ ആര് കവർ ഉണ്ടെന്ന് ഇടില്ല. ഞാനല്ലാതെ ഇവിടെ ആര് വേസ്റ്റ് ഇടാറില്ല. പക്ഷെ ഞാൻ കത്തിക്കണ സ്ഥലമാണ്, ഇവിടെ പ്ലാസ്റ്റിക് ഇടരുത് എന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞു. നല്ല രസം ഇട്ടത്. എനിക്കറിയോ? ഇനിയിപ്പോ അന്ത പക്കത്ത് ആരാவது പോട്ടു. പിന്നെ അന്ത പക്കത്തുനിന്ന് ഓളെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോ കള്ളക്കഥയൊന്നും മെനയുണ്ട ഇനി. അല്ല, അവൾ சொல்றது നമ്പ്. അവൾ அந்த மாதிரி செய்ய மாட்டாது. പിന്നെ എന്തിനാണ് രാത്രി ഇവിടെ വായും വിളിച്ച് വന്ന് നിക്കണേ? എന്തിനാണ് ഇവിടെ വന്ന് നിക്കണേ? சொன்னல்ல, அந்த பக்கம் போகுമ്പോ സൗണ്ട് ഏതോ കേട്ടിച്ച് அதனால வந்து பார்த்தேன்னு சொன்னல்ல. ഇനി ഓള് പറഞ്ഞ കഥ നിങ്ങൾ വീണ്ടും വീണ്ടും തമിഴിൽ പറഞ്ഞ അതൊന്നും മാറൊന്നുമില്ല. എനിക്കറിയാം എന്താ തീരുമാനിക്കണ്ടേന്ന്. എല്ലാത്തിനും ഇവിടുന്ന് പടിയിറക്കണം. അതന്നെ ഞാൻ ഇക്കാരോട് 100 വട്ടം പറഞ്ഞാണ് ഈ കാര്യത്തിനൊന്നും നിക്കണ്ടെന്ന്. ഓളുടെ സൗകര്യത്തിന് ജീവിക്കാനാണെങ്കിൽ ഓളുടെ വീട്ടിൽ പോയി കിടന്നോണം. ഇന്റെ വീട്ടിൽ ഒന്നും നിക്കണ്ട. ഇത് ഇന്റെ വാപ്പാടെ വീടാണ്. സത്യമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ஏன் மல்லி, நீ எதுக்கு இங்க வந்த இப்போ? அது அங்க போட்ட கடந்துட்டு உனக்கு போய் படுத்துக்கலாம்ல. എന്റെ കാലം കേട്ട് ഞാൻ ആ കവർ കണ്ടപ്പോ ഇതിനകത്ത് അങ്ങ് ഇട്ടുപോയതാ. ஒன்னாமது இதுல வெறும் சப்பு சவர் மட்டும் தான் கத்திக்கும். இந்த பிளாஸ்டிக் போடான்னு தெரியுமில்ல. அப்புறம் நீ எதுக்கு அதை எடுத்து போட்ட? இந்த வழியை போல எல்லாம் எடுத்து தலையில வச்சுக்கோ. ஒன்னும் பேசாத, கம்முனு போய் படு போ.